ഗൈസ് അപ്പം ഈ കോഴിക്കോടിന്റെ നിലങ്ങൾ ഭരിക്കാൻ പോകുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ. നിങ്ങളത് കണ്ടുവെച്ചോളൂ. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് കോഴിക്കോട് ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രാഞ്ച് ഹെഡിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പുള്ളിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഹായ് ബ്രോ. അപ്പോൾ ഞാനിപ്പോൾ പോണ വഴിക്ക് ഈ ഷോറൂമിന്റെ ഡീറ്റെയിൽസ് കണ്ടായിരുന്നു. കാരണം ഞാനിത് എടുക്കാൻ വേണ്ടി നോക്കിക്കായിരുന്നു വണ്ടി. എനിക്ക് റിവ്യൂ കാര്യങ്ങളും കിട്ടാൻ വേണ്ടി ഞാനൊരു വണ്ടി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം രജിസ്ട്രേഷൻ ആയിരുന്നു. 84 തോന്നുന്നു. അപ്പൊ ഇത് എവിടെയാണ്, എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു ബ്രോ. ഓ ഷുവർ. എനിവേ എവരിബഡി വെൽക്കം. നമ്മൾ സിമ്പിൾ വൺ കാലിക്കറ്റ് എത്തിയിരിക്കുകയാണ്. സോ നമ്മളതിനാണ് മലപ്പുറം എടുത്തിരിക്കുന്നത്. മലപ്പുറത്ത് എവിടെയാണ്? മലപ്പുറം എബി ഹോസ്പിറ്റൽ കാലിക്കറ്റ് ബൈപ്പാസ് തന്നെയാണ്. ബൈപ്പാസിൽ. അപ്പോ കേരളത്തിലെ സിമ്പിൾ വന്നിട്ട് ഏകദേശം 1 വർഷമായി. കാരണം ഇനീഷ്യൽ സ്റ്റോർ ഉണ്ടായിരുന്നത് കൊച്ചിയിലായിരുന്നു. അതിനുശേഷം നമ്മളെടുത്ത് എം ഗ്രൂപ്പ് ആണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് മിനി ബൈപ്പാസ്. മിനി ബൈപ്പാസിന്റെ അടുത്ത് തന്നെയാണ്. മിംസിലേക്കൊക്കെ പോകുന്ന റോഡിലേക്ക്, കോഴിക്കോട് നിന്ന് മിംസിലേക്ക് പോകുന്ന റോഡിലേക്ക് മിനി ബൈപ്പാസ് ആണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. സർവീസ് സെന്ററും ഏകദേശം ഇവിടെ ഒരു 1.2 കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ സർവീസിന് ഇവിടേക്കാണോ വരേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മൾ സർവീസ് സെന്ററിലേക്കാണ്. സർവീസ് സെന്ററിലേക്ക് എത്തിയാൽ മതി. ഓക്കെ. നമുക്ക് ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് ഉള്ളത് ബ്രോ? ഓക്കെ, നമുക്ക് ഇവിടെ സിമ്പിൾ എനർജി എന്ന ബ്രാൻഡ് നെയിം, നമുക്ക് സിമ്പിൾ പ്രൊഡക്ട്സ് ഉണ്ട്. സിമ്പിൾ 1, സിമ്പിൾ 1S. രണ്ട് മോഡൽ, രണ്ട് വേരിയന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? രണ്ട് വേരിയന്റ്സ് ആണ്. ബാക്കി ഫിസിക്കലി ഒക്കെ വിഷ്വലി ഒക്കെ സെയിം തന്നെയാണ്. നമുക്ക് വരുന്ന റേഞ്ച്, ബാറ്ററി വരുന്ന റേഞ്ചിന്റെ വേരിയേഷൻ. ഓക്കെ, നമ്മളെ ബോഡി ഫുൾ വരുന്ന ഫൈബർ ബേസ് ആണ്. സോ നമുക്ക് ലൈറ്റിംഗ് വരുന്നത് 2 ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഡയറക്റ്റ് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് LED ആണ് വരുന്നത്. ഇത് കോമ്പിനേഷൻ ഹെഡ് ലൈം എന്നാണ് പറയുന്നത്. ഹൈ ലോ ബീം സെപ്പറേറ്റഡ് പ്ലേസ് ചെയ്ത് നല്ലൊരു സ്റ്റൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ LEDs ആണല്ലോ? ഫുൾ LEDs ആണ് വരുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു സ്പോർട്ടി ഒരു വിംഗ്ലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു ആക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് അതിൽ. ഓക്കെ, അതിൽ ഫെൻഡർ, റോട്ടർ, ഡിസ്ക് ബ്രേക്സ്. നമുക്ക് രണ്ടും ഡിസ്ക് ബ്രേക്സ് ആണ്. ഫ്രണ്ടും ആൻഡ് റിയർ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. വിത്ത് CBS ആണ്. കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം. നമ്മൾ റിയർ പിടിക്കുമ്പോൾ ലോക്ക് ആവാണ്ട് ഫ്രണ്ടിലും വരും. അപ്പോ ബാക്കും ഫ്രണ്ടും ഡിസ്ക് തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ഡ്രൈവ് വരുന്നത് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് മോട്ടർ ടു റിയർ വീല് ഒരു സിംഗിൾ ബെൽറ്റ് ത്രൂ ആണ് ഡ്രൈവ് വരുന്നത്. സോ നമ്മുടെ മോട്ടർ പ്രത്യേകം നമ്മുടെ ഏറ്റവും വലിയ വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറാണ്. സോ അതിന് ഇന്ത്യയിൽ കുറച്ച് കമ്പനീസിൽ അതിൽ ഏറ്റവും ടോപ്പ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ സിമ്പിൾ വൺ ആണ്. നമ്മുടെ ഇന്നോസ് ആണ് മോട്ടർ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം മോട്ടർ ആയതുകൊണ്ട് നമുക്ക് എക്സ്റ്റൻഡ് വാറന്റി ഇൻക്ലൂഡിംഗ് ബാറ്ററി പ്ലസ് മോട്ടർ രണ്ടിനും കൂടിയാണ് വാറന്റി വാറന്റി. നമുക്ക് അതിൽ വ്യത്യാസം വരുന്ന വെച്ചാൽ ബാറ്ററി വൈസ് വരുന്ന റേഞ്ചിന്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി സ്പെക് വൈസ് ഒക്കെ സെയിം തന്നെയാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞാൽ സിമ്പിൾ 1 ആണ് നമുക്ക് ടോപ്പ് റേഞ്ച് വരുന്നത്. സിമ്പിൾ 1 ബേസ് നമ്മൾ സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന രീതിയാണ് സിമ്പിൾ 1 ഉള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മളെ IDC റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഗിമിക് ആണോ, അല്ലെങ്കിൽ ഇതിൽ ഏകദേശം നമുക്ക് കണ്ണും പൂട്ടി എത്ര കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കാം? നമുക്കിപ്പോ ഏത് EV ആണെങ്കിലും നമ്മള് ഇപ്പൊ ARA ആണ് ടെസ്റ്റ് ചെയ്തിട്ടാണ് IDC പറഞ്ഞാൽ നമ്മൾ ആ വണ്ടി അത്ര കേപ്പബിൾ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. ആ ഒപ്റ്റിമൽ ഇതിൽ ഓടിച്ചു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ടൈപ്പ് ഡൈനോ ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ബെൽറ്റിലോ അവര് ഒരു വെയിറ്റിലും സ്പെസിഫിക്കേഷനിൽ അവർ ട്രൈ ചെയ്തിട്ട് ഈ വണ്ടി ഇത്ര വരെ കേപ്പബിൾ ആണെന്നാണ് ARA സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടാണ്. എല്ലാ വണ്ടിയും കോമൺ ആണ്. ഇപ്പൊ ബാക്കി EV എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഓരോരോ IDC ഉണ്ട്. സോ നമ്മളെ ടോപ്പ് റേഞ്ചിൽ നമുക്ക് 2 മോഡൽസ് വരുന്നത്. ഇപ്പൊ 1S ആണെങ്കിൽ നമുക്ക് IDC 181 കിലോമീറ്റർ ആണ്. ഇപ്പൊ 1 ആണെങ്കിൽ അതാണ് ടോപ്പ് 248 കിലോമീറ്റർ. അതായത് ഇന്ത്യയിൽ തോന്നുന്നു ഇപ്പൊ 2 വീലർ സ്കൂട്ടർ സെഗ്മെന്റിൽ എടുത്തെങ്കിൽ 1 or 2 വെഹിക്കിൾസ് മിനിമൽ അത്രേ പറയാനുള്ളൂ. അതിൽ ഒന്നാണ് നമ്മുടെ സിമ്പിൾ എനർജി. സോ നമ്മളിപ്പോ ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടും വിഷ്വലി രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ചേഞ്ച് വരുന്നത് ബാറ്ററിയിലാണ്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബാറ്ററി, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബാറ്ററി പറഞ്ഞല്ലോ. ബാറ്ററി എവിടെയൊക്കെയാണ്? ബാറ്ററി നമുക്ക് ഇപ്പോ 3.7 കിലോവാട്ടിന്റെ ബാറ്ററി ബാക്ക് നമ്മൾ 4 ഇൻബിൽഡ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. റീപ്ലേസ് ചെയ്യാൻ നമുക്ക് റീപ്ലേസ് അല്ല, എടുത്ത് കളയാൻ പോർട്ടബിൾ ടൈപ്പ് ഫിക്സഡ് ആയിട്ടുള്ള. ഇതിപ്പോ ഞാൻ പറഞ്ഞത് 1 ആണ്. ഇതാണ് നമ്മുടെ ടോപ്പ് റേഞ്ച് വരുന്ന മോഡൽസ്. നമുക്ക് ഇതിനുള്ളിൽ രണ്ടാമത്തെ ബാറ്ററി പാക്ക് വന്നിരിക്കുന്നത് ഉള്ളിലാണ്. അപ്പൊ ഇതിന്റെ ചാർജിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇതിന് കൂടെ തന്നെയാണ് ഇതിന്റെ കൂടെ സിസ്റ്റമാണ്. പോർട്ടബിൾ ബാറ്ററി എന്ന് വെച്ചാൽ നമുക്ക് ഇത് ആക്ച്വലി സർവീസ് ഓറിയന്റഡ് മാത്രമാണ്. ഇത് നമ്മളൊരു റേഞ്ച് എക്സ്റ്റൻഡർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ കൊണ്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് വണ്ടി കൂടെ തന്നെ വെക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഹെൽമെറ്റ് ഒക്കെ സേഫ് സ്പേസ് ഉണ്ട്. നമുക്ക് നിലവിൽ ഈ ഒരു മോഡലിന് 1S ബാറ്ററി ഉള്ളതുകൊണ്ട് നമുക്ക് 30 ലിറ്റേഴ്സ് ആണ് സ്റ്റോറേജ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഫുൾ ഫേസ് ഹെൽമെറ്റ് ഒക്കെ വെക്കാം.
ഭയങ്കര വലുതെന്നല്ല, ഇല്ല, ബട്ട് നമ്മൾ ആവശ്യത്തിന് പറ്റിയ സാധനമൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അത് നന്നായി. ഇതൊന്ന് ജസ്റ്റ് ഇതാണ് ബാറ്ററി വരുന്നത്. അല്ല ഇത് ചാർജർ. ചാർജർ, സോറി, ചാർജർ, ബാറ്ററി ചാർജ് ചെയ്യുന്ന ചാർജർ ചാർജർ ഇതാണ് വരുന്നത്. ഓക്കെ, നമ്മള് ഡീസെന്റ് ചാർജർ അല്ലേ? നമ്മൾ ടൈപ്പ് 6 ആണ് വരുന്നത്. ഇങ്ങനെയാണല്ലേ വരുന്നത്. ഓക്കെ, കണക്ഷൻ ഇങ്ങനെയൊക്കെയാണല്ലേ വരുന്നത്. നമുക്ക് ഈ ഒരു മോഡല് 0 to 100 ചാർജ് ആവാൻ 7 hours ആണ്. 7 hours. ഓക്കെ, 0 to 100. ഇത് കാരണം ബാറ്ററി വലുതാണല്ലോ അല്ലേ? 5 kilowatt 3.7 1.3 കൂടി 5 കിലോവാട്ട് ആണ്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് USB ഒരു പോർട്ട് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചാർജിങ് നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ ചാർജിങ്ങിന്റെ സ്പോട്ട് എവിടെയാണ്? ഇവിടെ തന്നെയാണ് തന്നെ അല്ലേ? ഓക്കെ, ഇതൊക്കെ കോമൺ പോർട്ടാണോ എങ്ങനെയാ? എല്ലാ വണ്ടിക്കും അതിപ്പോ ഫ്യൂച്ചറിൽ ആവുമായിരിക്കും, പക്ഷെ ഇപ്പം സെപ്പറേറ്റ് ഐഫോൺ ഒക്കെ മാറിയ പോലെ അങ്ങനെ മാറുമായിരിക്കും അല്ലേ? ഓരോ കമ്പനി അവരുടെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫീച്ചേഴ്സ് ഒന്ന് പറഞ്ഞുതരൂ ബ്രോ. ഓക്കെ, നമുക്കിപ്പോ വരുന്ന വെച്ചാല് ബേസിക് ആയിട്ട് പറയുന്നത് നമ്മള് മോഡ്സ് റൈഡിംഗ് മോഡ്സ് ആണ്. ഇക്കോ, റൈഡ്, ഡാഷ്, സോണിക്, 4 മോഡ്സ് ആണ്. ഇതിൽ സോണിക്കിലാണ് നമുക്ക് 72 Nm ടോർക്കും ഏകദേശം 105 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. നമുക്ക് സൈഡ് സ്കാൻ കട്ട് ഓഫ് വരുന്നുണ്ട്, നെറ്റ്വർക്കിന്റെ സ്ട്രെങ്ത്, പിന്നെ നോട്ടിഫിക്കേഷൻ. പാട്ടിടാൻ പറ്റും? ഇല്ല, അങ്ങനത്തെ സംഭവം അല്ല, അത് ഫാൻസി ഫീച്ചർ ഞാൻ ജസ്റ്റ് ചോദിച്ചോളൂ. പാട്ടിട്ട വണ്ടികളൊന്നും ഓടിയേ കണ്ടില്ല. കാണിക്കുന്നത് നമ്മൾ കമ്പൈൻ 2 ബാറ്ററിന്റെ കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള SOC അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ആണ് കാണിക്കുന്നത്. ഈ ചാർജർ എത്ര പോകുന്നതാണ് നമുക്ക് മുകളിൽ കാണിക്കുന്നത്, റേഞ്ച് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കി TFT നമ്മുടെ ഡിസ്പ്ലേയുടെ ഫീച്ചേഴ്സ് വെച്ചാൽ നമുക്ക് കസ്റ്റമറിന്റെ പേരും ഡീറ്റെയിൽസ്. ആഫ്റ്റർനൂൺ ആയതുകൊണ്ടാണ് കറക്റ്റ് അങ്ങനെ തന്നെ ഗ്രീറ്റ് ചെയ്യുന്നത് അല്ലേ? പിന്നെ നമുക്ക് 2 ബാറ്ററിന്റെ പിന്നെ നമുക്ക് ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷൻ, നമുക്ക് ഇൻഡിക്കേറ്റർ സൗണ്ട് എനേബിൾ ഡിസേബിൾ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. കണക്ട് നമുക്കൊരു വണ്ടി കൂടെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വെഹിക്കിൾ ട്രാക്ക് ചെയ്യും, ഏകദേശം വെഹിക്കിൾ ചാർജ് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് വണ്ടി നമുക്ക് മനസ്സിലാവും. പിന്നെ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ്, നമുക്ക് ഫ്യൂച്ചറിൽ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ബാക്കി എമർജൻസി ഇപ്പോൾ ഒരു വണ്ടി ക്രാഷ് ആയാലും ഒരു നമ്പറിലേക്ക് അങ്ങനത്തെ വരുന്നുണ്ട്. പിന്നെ സിസ്റ്റം ഇപ്പൊ സോഫ്റ്റ്വെയർ ഏത് വേർഷൻ ആണ് കാണിക്കുന്നതാണ് സോഫ്റ്റ്വെയർ വേർഷൻ. ഇതാണ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ്. അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഏതൊക്കെ കളറാണ് ഇതിലുണ്ടാവുക? നമുക്ക് വരുന്നത് വെച്ചാൽ 4 കോമൺ കളേഴ്സ് ആണ് വരുന്നത്. ഇതിപ്പോ റെഡ്, നമ്മ റെഡ് ആണ് ആക്ച്വലി നെയിം. ബാംഗ്ലൂർ ബേസ് ആയതുകൊണ്ട് അവരുടെ ടച്ച് വേണമെന്നാണ്. പിന്നെ അസൂർ ബ്ലൂ, ഒരു ബ്ലൂ കളർ. ഇത് ബ്ലൂ ആണല്ലേ? ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ. പിന്നെ നമുക്ക് എല്ലാപ്പോഴും ഇതിൽ എൻക്വയറി വരുന്ന ഒരു കളർ ബ്ലാക്ക് ആണ്. ഒരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. പിന്നെ ഒരു വൈറ്റും. ഇതില് വാറണ്ടിയും കാര്യങ്ങൾ എത്രയാണെന്ന് പറഞ്ഞ നമുക്ക് സ്റ്റാൻഡേർഡ് വാറണ്ടി വരുന്നത് 3 വർഷം 30,000 കിലോമീറ്റർ ആണ്. ബാക്കി വാറണ്ടി നമുക്ക് സെപ്പറേറ്റ് എക്സ്റ്റൻഡഡ് ആയിട്ട് എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ആണ് നമുക്ക് ബാറ്ററി പ്ലസ് മോട്ടർ രണ്ടും വരുന്നുണ്ട്. അത് നമുക്ക് 5 ഇയേഴ്സിലേക്ക് എടുക്കാം, 8 ഇയേഴ്സിലേക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലേ? അതിലേക്ക് ഏകദേശം എത്രയായിരിക്കും കോസ്റ്റ് വരിക? ഇപ്പൊ 5 ഇയേഴ്സ്, അതായത് 3+2 എടുക്കുകയാണെങ്കിൽ 5 ഇയേഴ്സ് അല്ലെങ്കിൽ 60,000 അങ്ങനെ വരുന്നത്. അത് 5,500 വരും. ഇപ്പോ 8,000 അല്ലെങ്കിൽ 80,000 8 ഇയേഴ്സ് അല്ലെങ്കിൽ 80,000 എടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ പ്രൈസ് 12,800 വരുന്നുണ്ട്. നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട്, ഏകദേശം 8,500 നമുക്ക് ക്ലോസ് ചെയ്യും. അതൊക്കെയാണ് അതിന്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇനിയിപ്പോ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടെങ്കിലും ബ്രോനെ വിളിച്ചാൽ മതിയല്ലോ. അല്ല, എനിക്ക് ഇതിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? നമുക്ക് 1S, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ മോഡലാണ്. അത് റേഞ്ച് കുറഞ്ഞ മോഡലും, ബട്ട് സ്റ്റിൽ നമുക്ക് ഇപ്പൊ നിലവിൽ മാർക്കറ്റിനെക്കാട്ടും കൂടുതൽ EV-നെക്കാട്ടും സ്പെക്കും ടെക്നോളജി വൈസ് എല്ലാം ഷെയറിംഗ് ആണ്. പക്ഷെ ആകെ ആ ബാറ്ററി, സെക്കൻഡറി ബാറ്ററി ഇല്ലാന്നുള്ള ഡിഫറൻസ് വരുന്നുണ്ട് മാത്രമേ. നമുക്ക് 1S ഞാൻ പറഞ്ഞിട്ട് കാണുമ്പോൾ 2 വിഷ്വലി സെയിം ആണ്. നമുക്ക് ഇതിൽ ഒരു ഒറ്റ ബാറ്ററി പാക്ക് ഉണ്ടാവും. 3.7 കിലോവാട്ടിന്റെ ഒറ്റ ബാറ്ററി പാക്ക്. ഇതിന് എത്ര റേഞ്ച് പറയുന്നത്? ഇത് നമുക്ക് IDC 181 ആണ് പറയുന്നത്. 181 ആണ്. നമുക്കൊരു 140 കിട്ടുന്നുണ്ട്. 140 റിയൽ ലൈഫിൽ എന്തായാലും കിട്ടും. അപ്പൊ എനിക്ക് അത് നല്ലൊരു കാര്യമായിരിക്കും. കാരണം എനിക്ക് ഒരു വീക്കിലേക്കൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് എപ്പോഴും ഓപ്ഷൻസ് ഉണ്ട് മാർക്കറ്റിൽ. സോ നമ്മൾ തന്നെ 2 ഓപ്ഷൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് നല്ല റേഞ്ചിൽ തന്നെ. സോ നല്ല ഫീഡ്ബാക്സ് ആണ്, നല്ല എൻക്വയറീസ് ഉണ്ട്. ഹാപ്പിയാണ്. സോ നമുക്ക് ഇപ്പൊ ഇതില് ഒരു ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൂടും 1-നെ കാട്ടും. നമുക്ക് അത് 30 ലിറ്റേഴ്സ് ആണ്, ഇതിൽ നമുക്ക് 35. നമുക്ക് ബാറ്ററിന്റെ ഏരിയ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യും.
ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് USB കാര്യങ്ങൾ ചാർജറും ഒക്കെ സെയിം തന്നെയാണ്. സെയിം ചാർജർ. അപ്പൊ ഇതിൽ കുറച്ചുകൂടി സ്പീഡിൽ ചാർജ് കയറുമായിരിക്കും അല്ലേ? നമുക്ക് ഒരു ടൈം ഡിഫറൻസ് 0 to 100 6 hours ആണ് വരുന്നത്. 6 hours ആണ്. പിന്നെ നമ്മൾ പറയുക നമുക്ക് ഇതിൽ പ്ലസ് ഓർ മൈനസ് ആവാൻ ചാൻസസ് വെച്ചാൽ വോൾട്ടേജ് വേരിയേഷൻസ്, പിന്നെ ടെമ്പറേച്ചർ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ EV യൂസ് ചെയ്യുന്നതാണ്, അപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഏകദേശം എല്ലാവർക്കും അറിയാം എന്താണ് സംഭവം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതൊന്നും കുഴപ്പമില്ല തോന്നുന്നു. പിന്നെ ഇതാണ് ഇപ്പൊ ഓഫറിൽ ഇതിപ്പോ കറന്റ് ഇൻട്രോഷൻ പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1,59,400 ഓൺ റോഡ്. ഓൺ റോഡ് പ്രൈസ് 1,59,400. 140 കിലോമീറ്റർ റിയൽ ആയിട്ട് കിട്ടുന്ന വണ്ടി. ഓ ഗ്രേറ്റ്. അത് പൊളിച്ചു. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാലോ. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. കാരണം ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ആ ഒരു ഹൈലൈറ്റ് ആണ്. നമുക്കിപ്പോ 2 മോഡൽസ് വെക്കേണ്ട ആവശ്യമില്ല. ഒറ്റ മോഡൽ സെയിം പവർ ഡെലിവറി ആയിരിക്കും. അപ്പൊ ഏകദേശം ഓടിച്ച് കിട്ടുന്ന ഫീഡ്ബാക്ക് ഡിഫറൻസ് മാത്രം. അത് മാത്രമേ മെയിൻ ആയിട്ട് ഉണ്ടാവുള്ളൂ. കാരണം ഫീച്ചേഴ്സ് ഒക്കെ ഷെയ്ഡ് ആണ്, പേടിക്കാനില്ല. സെയിം സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ ഏതായാലും അത് നന്നായിരിക്കണം. എന്തായാലും ബ്രോ എനിക്ക് എന്തായാലും വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് അതിന്റെ റിവ്യൂ കൂടി ഞാൻ അവരോട് പറയാം, എന്താണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറയണം. അപ്പൊ ഞാൻ ഏതൊരു യൂസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിൽ എന്താണ് വ്യത്യാസം കൂടി ഞാൻ അതിൽ പറഞ്ഞേക്കാം. അതും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നമുക്കൊരു കോമ്പറ്റീഷൻ വരുമ്പോ അല്ല, അത് ആൾക്കാരുടെ ചോയ്സ് ആണല്ലോ അല്ലെ. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് ഏതായിരിക്കും ഇഷ്ടം, ചില ആൾക്ക് ഓല ആയിരിക്കും ഇഷ്ടം, ചില ആൾക്ക് ഇതായിരിക്കും ഇഷ്ടം. അപ്പൊ നമുക്ക് ഞാൻ സ്റ്റാർട്ടിങ് പറയുന്നത് നമ്മൾ തന്നെ 2 ഓപ്ഷൻസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സത്യം. സോ നല്ല എൻക്വയറീസ് ആണ്. ഫീൽ ടെസ്റ്റ് ചെയ്യുക. നല്ലൊരു സ്റ്റോർ ആണ് നമുക്കുള്ള, നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. ഫീൽ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട എടുക്കാം. കാരണം കാരണമൊന്നും ഇല്ല, എല്ലാം ഉണ്ട്. അതൊരു ഇപ്പൊ ടീനേജർ ആണെങ്കിലും കുറച്ച് എൽഡർ ആൾക്കാരാണെങ്കിലും രണ്ടാൾക്കും വേണ്ടത് എല്ലാം ഉണ്ട്. അതായത് റേഞ്ച് ഉണ്ട്, പെർഫോമൻസ്. ഓക്കെ, അതെന്തായാലും നന്നായി ബ്രോ. ഞാൻ എന്തായാലും ബ്രോന്റെ നമ്പർ ഇവിടെ കൊടുക്കാം, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടെ. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫിസിക്കലി ഒന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്തിട്ട് അറിയാം, അതായിരിക്കും ബെറ്റർ. അപ്പൊ താങ്ക്സ് ബ്രോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതേപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു വേറെ വീഡിയോ ആയിട്ട് കേട്ടോ, ഷോർട്സ് ആയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലും. ഇതേപോലത്തെ നല്ല നല്ല കണ്ടന്റുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ബൈ.